കരിങ്കൊടി പ്രതിഷേധങ്ങൾക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത സെക്രട്ടേറിയറ്റ് മാർച്ച് അല്പസമയത്തിനകം ആരംഭിക്കും. മറ്റു ജില്ലകളിൽ കമ്മീഷണർ ഓഫീസുകളിലേക്കും പോലീസ് സ്റ്റേഷനുകളിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. കൊച്ചിയിൽ കമ്മീഷണർ ഓഫീസിലേക്കും കോഴിക്കോട്ട് ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്കും കോട്ടയത്ത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ച് നടക്കുന്നു. എല്ലാ കാര്യത്തിലും ഇന്ന് കോടതിയെ സമീപിക്കേണ്ട ഗതികേടാണ് ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷത്തിനും കേരളത്തിലെ ജനങ്ങൾക്കുമുള്ളത്. എല്ലാ കാര്യത്തിലും ഇന്ന് കോടതിയെയാണ് സമീപിക്കുന്നത്. കാരണം പോലീസിനെ സമീപിച്ചിട്ട് ഒരു കാര്യവുമില്ല. എല്ലാവരും പോലീസുകാരെല്ലാവരും ഈ കാലത്തിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ്. അവരുടെ വിചാരം അവർക്ക് കിട്ടുന്ന ശമ്പളവും ഈ കിട്ടുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് നൽകുന്ന പണം ഉപയോഗിച്ചാണ് എന്ന ചിന്തയാണ് പലരും പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കണ്ണുമാരുൾപ്പെടെയുള്ള ആളുകൾ ക്രൂരമായ അക്രമങ്ങൾ യൂത്ത് കോൺഗ്രസുകാരെയും കൈവശക്കാരെയും തലക്കടിച്ച് കാണിച്ചുകൊണ്ട് ക്രൂരമായി പരിക്കേൽപ്പിക്കുമ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് പ്രകോപനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ എന്ത് നടപടിയാണ് DGPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? ഈ DGP എന്ന് പറയുന്ന മനുഷ്യൻ എവിടെയാണ്? കേരളത്തിന്റെ പോലീസിന് നേതൃത്വം കൊടുക്കുന്ന DGP എവിടെയാണ്? ഇയാളെ കാണാൻ പോകുന്നില്ല, ഒരു നടപടിയും എടുക്കുന്നില്ല. ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് മുഴുവൻ ഒത്താശ ചെയ്യുന്ന ഈ പോലീസിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് KPCCയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധങ്ങൾ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിലേക്ക് മാറ്റി വിവിധ നിയോജക മണ്ഡലങ്ങളിൽ വിവിധ പോലീസ് സ്റ്റേഷൻ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഒരാഴ്ചക്കാലം മുമ്പാണ് 14 നിയോജക മണ്ഡലങ്ങളുടെ നേതൃത്വത്തിലേക്ക് മാർച്ച് നടത്തിയത്. ഇതുകൊണ്ടൊന്നും നിങ്ങൾ മാറ്റാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ സംരക്ഷണം CPMന്റെ വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത്, കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ, കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം കോഴിക്കോട്ടേക്ക് പോകണം. കോഴിക്കോട്ട് MS അനീഷ് കുമാറുണ്ട്. അനീഷ്, കോഴിക്കോട്ടും മാർച്ച് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് മാർച്ച് തടഞ്ഞോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തിൽ തന്നെ രണ്ടിടങ്ങളിലാണ് മാർച്ച് നടത്തിയത്. ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്കും നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്കും. ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. DCC പ്രസിഡന്റ് പ്രവീൺ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. നടക്കാവ് പോലീസ് സ്റ്റേഷനിലും ഏതാണ്ട് 50-ലധികം വരുന്ന പ്രവർത്തകർ ഉൾപ്പെടുന്ന മാർച്ചാണ് നടന്നത്. അവിടെ റോഡിൽ കുത്തിയിരുന്ന് കുറച്ചു നേരം പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തു. എന്തായാലും രൂക്ഷമായ വിമർശനങ്ങളാണ് സർക്കാരിന്റെ പോലീസ് നയത്തിനെതിരെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനെതിരെ ഉയരുന്നത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കരിങ്കൊടി കാണിക്കുന്ന പ്രവർത്തകരെ ഇനിയും മർദ്ദിച്ചാൽ അല്ലെങ്കിൽ അവർക്ക് നേരെ പോലീസിന്റെയും DYFI പ്രവർത്തകരുടെയും ഒക്കെ ആക്രമണം തുടർന്നാൽ തക്കതായ തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പാണ് നേതാക്കൾ നൽകുന്നത്. എന്തായാലും ഇനി അടിയുണ്ടായാൽ തിരിച്ചടി നൽകും എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. എന്തായാലും വളരെ വലിയ ജനങ്ങളുടെ പ്രവർത്തകരുടെ സാന്നിധ്യം ജില്ലയുടെ വിവിധ ഇടങ്ങളിലായി നടന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചുകളിൽ ഉണ്ട്. മാർച്ചുകൾ വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുകയാണ്. കമ്മീഷണർ ഓഫീസുകളിലേക്ക് ശ്രീജിത്തുണ്ട്. കോട്ടയത്തെ സാഹചര്യം എന്താണ് ശ്രീജിത്ത്? വലിയ പ്രവർത്തക പങ്കാളിത്തം മാർച്ചിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. രഞ്ജിത്ത്, തീർച്ചയായും ഏതാണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മാർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ നടന്ന മാർച്ച് DCC വൈസ് പ്രസിഡന്റ് ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നത്. പ്രധാനമായും കോൺഗ്രസ് പ്രവർത്തകരാണ് ഇവിടെ നിന്ന് പ്രധാനമായും പങ്കെടുക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തിരുവനന്തപുരത്തെ മാർച്ചിൽ പങ്കെടുക്കുന്നതിനായി അവിടെ പോയിട്ടുണ്ട്. പലയിടത്തും ചെറിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇങ്ങനെയൊരു മാർച്ച് നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രവർത്തകരുടെ ഒരു വികാരം, പാർട്ടിയുടെ ഒരു വികാരം കാണിക്കുക. സംസ്ഥാനത്തൊട്ടാകെ വ്യാപകമായ രീതിയിലാണ് പോലീസ് മർദ്ദനം, ഒപ്പം തന്നെ DYFI പ്രവർത്തകരുടെ ഒക്കെ മർദ്ദനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപവും നേരത്തെ ഉയർന്നു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് എന്തായാലും സംസ്ഥാന തലത്തിൽ തന്നെ വ്യാപകമായി ഇങ്ങനൊരു പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. രഞ്ജിത്ത്, കോട്ടയത്തും കോഴിക്കോടും തിരുവനന്തപുരത്തും എറണാകുളത്തും അടക്കം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലേക്കും പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. വ്യാപകമായ അക്രമ സംഭവങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി നവകേരള യാത്ര തടയാൻ ശ്രമിക്കുന്ന
കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ വലിയ ആക്രമം മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ ഭാഗത്ത് നിന്നടക്കം മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നടക്കം ഒപ്പം ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്നുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് വലിയ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കാണ് മാർച്ച്. അത് അല്പസമയത്തിനകം കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇത് കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൊച്ചിയിലും മലപ്പുറത്തും ഒപ്പം കോട്ടയത്തും അടക്കമുള്ള സ്ഥലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മാർച്ചുകൾ സംഘടിപ്പിക്കുന്നു. നേരത്തെ തെരുവിൽ പ്രതിഷേധം നടത്തണം എന്ന് ഉള്ള പാർട്ടി ആഹ്വാനം തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ ഇത്തരം മാർച്ചുകൾ കാരണമാകുന്നത്. ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. ശമ്പളവും ബസ്സിലേക്ക് പൈസയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ആശുപത്രിയിൽ നൽകുന്നില്ല. ഉച്ചഭക്ഷണം കൊടുക്കുവാൻ സ്കൂളിൽ എട്ടാശന്മാർക്ക് കുടിശ്ശികയിൽ കൊടുക്കുവാൻ കഴിയുന്നില്ല. 16,000 കോടി രൂപയുടെ കരാറുകാർക്കുള്ള കുടിശ്ശിക വന്നതുമൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടെ സ്തംഭിച്ചിരിക്കുന്നു. കേരളം സ്തംഭനാവസ്ഥയിൽ നിന്നും മുന്നോട്ട്